സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. എത്ര പേർക്ക് കയീനെ അറിയാം? അറിയാവുന്നവർ കൈ ഉയർത്തുക. ഹാബേലിനെ അറിയാവുന്നവർ കൈകൾ ഉയർത്തുക. കയീൻ ഹാബേലിന്റെ ആരാണ് പറയുക? എന്താണ്? കയീൻ ഹാബേലിനെ എന്തു ചെയ്തു പറയുക? കൊന്നുകളഞ്ഞോ? ചേട്ടൻ അനുജനെയോ? എന്തിന്? ഹാബേൽ എന്തെങ്കിലും വഴക്കുണ്ടാക്കിയോ? കയീനെ ഉപദ്രവിച്ചോ? കയീനോട് കോപം കാണിച്ചോ? ഇല്ല. ദൈവം ഹാബേലിന്റെ യാഗത്തിൽ പ്രസാദിച്ചു, കയീന്റെ യാഗത്തിൽ പ്രസാദിച്ചില്ല എന്ന അസൂയ കൊണ്ട്, ആ കോപം കൊണ്ട് ഹാബേലിനെ കൊന്നുകളഞ്ഞു. പ്രപഞ്ചത്തിൽ ആകപ്പാടെ 4 പേരേ ഉള്ളൂ. അപ്പോൾ അതിൽ സഹോദരന്മാർ 2 പേരേ ഉള്ളൂ. ഒരാളെ കൊന്നുകളഞ്ഞു. അന്നു മുതൽ ഇന്നുവരെയും അതുതന്നെയാണ് സംഭവിക്കുന്നത്. ഒരുത്തൻ മറ്റൊരുത്തനെ കൊല്ലുന്നു. ബലവാൻ ബലഹീനനെ കൊല്ലുന്നു. ദുഷ്ടൻ നീതിമാനെ കൊല്ലുന്നു. നല്ല വ്യക്തിയെ ചീത്ത വ്യക്തി കൊന്നുകളയുന്നു. ദൈവം വെറുതെ ഇരിക്കുമോ? കയീനേ, നിന്റെ അനുജൻ എവിടെ? അപ്പോൾ കയീൻ എന്താണ് പറഞ്ഞത്? അറിയാതെ ഞാൻ കൊന്നതാണ്, തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞോ? ഞാൻ എൻ്റെ അനുജന്റെ കാവൽക്കാരനാണോ? ഇതാ ഭൂമിയിൽ നിന്ന് നിന്റെ അനുജന്റെ രക്തം എന്നോട് നിലവിളിക്കുന്നു. ഇന്നു മുതൽ നീ ഭൂമിയിൽ ഉഴന്നു നടക്കുന്നവൻ ആകും. എന്താണ് നീ ഉഴന്നു നടക്കുന്നവൻ ആകും? നിനക്കൊരു ദിവസവും സ്വസ്ഥത കാണുകയില്ല. നീ ഉഴന്നു നടക്കുന്നവനായിരിക്കും. ഇന്ന് നോക്കുക, പാപം ചെയ്യുന്ന ആളുകളുടെ ജീവിതത്തിൽ ഒരിക്കലും അവർക്കൊരു സ്ഥിരത ഇല്ല. ഒരു സ്ഥലത്ത് സ്ഥിരമായിരിക്കുകയില്ല, ജോലിയിൽ സ്ഥിരമായിരിക്കുകയില്ല, ഒരു സബ്ജക്റ്റ് പൂർത്തിയാക്കുകയില്ല, ഒരു വീട്ടിലാകട്ടെ സ്ഥിരമായിരിക്കുകയില്ല. എന്താണ്? ഒരു വിവാഹം കൊണ്ടവർ മതിയാക്കില്ല, വീണ്ടും വീണ്ടും വിവാഹം കഴിക്കും. എന്താണ്? സ്ഥിരതയില്ലാത്ത മനസ്സ്. പാപത്തിന്റെ ശിക്ഷ. പാപം മൂലം നമ്മുടെ ജീവിതത്തിൽ അസമാധാനം ഉണ്ടാകുന്നു. ആ ശമരിയ സ്ത്രീ 5 ഭർത്താക്കന്മാരെ മാറുവാൻ ഇടയായി. എന്തുകൊണ്ടാണ്? ഒരുവിനെ വിവാഹം കഴിച്ചിട്ട്, ഇയാൾ നല്ല വ്യക്തിയല്ല, ഇയാൾക്ക് പണമൊക്കെയുണ്ട്, ശരിയാണ്, പണമുണ്ടെങ്കിലും ഇയാൾ ഭയങ്കര മൂർഖനാണ് എന്ന് അവൾ വിചാരിച്ചു. ശരി, ഇനി നല്ല ആരോഗ്യമുള്ളവനെ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ് നല്ല മസിലൊക്കെ ഉള്ളവനെ വിവാഹം കഴിച്ചു. ഇവന്റെ കയ്യിൽ ഒരു പണമില്ല, അവന്റെ ജീവിതത്തിൽ ഒരു നീതിയും ന്യായവുമില്ല, മസിൽ കൊണ്ട് എന്താണ് പ്രയോജനമുള്ളത്? അങ്ങനെ ഓരോരുത്തർക്ക് പിന്നാലെ ഓരോരുത്തരായിട്ട്, അങ്ങനെ പണമുണ്ടെങ്കിൽ നല്ലതാണ്, സൗന്ദര്യമുണ്ടെങ്കിൽ നല്ലതായിരിക്കും, നല്ല അറിവുണ്ടെങ്കിൽ നല്ലതാണ്, നല്ല ജ്ഞാനമുണ്ടെങ്കിൽ നല്ലതാണ്, പറഞ്ഞത് അനുസരിക്കുകയാണെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞ് മനുഷ്യൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വസ്ത്രങ്ങൾ മാറുന്നത് പോലെ ഭാര്യയെയും അതുപോലെ ഭർത്താവിനെയും മാറ്റുന്നതിന് വേണ്ടിയും ചെയ്യുവാൻ ഒരുക്കമായിരിക്കുന്ന ലോകത്താണ് നാം ആയിരിക്കുന്നത്. ഇന്ന് എളുപ്പമായിട്ട് വിവാഹബന്ധങ്ങൾ തകർന്നു പോവുകയാണ്. എത്ര ഭയങ്കരമാണ്! ഒരു തവണ നീ വിവാഹം കഴിച്ചാൽ നിന്റെ ഭാര്യയെ നീ ഉപേക്ഷിച്ച് കളയുവാൻ ഒരിക്കലും പാടില്ല. ഈ ഭാരം, ഈ കഷ്ടത സഹിക്കാൻ കഴിയുന്നില്ല, ഈ മനുഷ്യനോടൊത്ത് ജീവിക്കുവാൻ കഴിയുന്നില്ല, ഈ മദ്യപാനിയോടൊത്ത് ജീവിക്കുവാൻ കഴിയുന്നില്ല എന്ന് പലപ്പോഴും ചില സഹോദരിമാർ വന്ന് പറയാറുണ്ട്. മദ്യപാനിയായ ഭർത്താവിനോടൊത്ത് ദാമ്പത്യ ജീവിതം നയിക്കുന്നതായ സഹോദരിമാരെ കൈകൂപ്പി വണങ്ങേണ്ടതാണ്. എങ്ങനെ നിങ്ങൾ സഹിക്കുന്നു? എങ്ങനെ നിങ്ങൾ ആ കഷ്ടത സഹിക്കുന്നു? എങ്ങനെയാ ആ ചീത്തവിളിയും ബഹളവും ഒക്കെ നിങ്ങൾ സഹിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ പണ്ടുകാലത്ത് പറയുമായിരുന്നല്ലോ, പതിവ്രതകൾ എന്നൊക്കെ, അതിനേക്കാൾ വലിയവരാണ് നിങ്ങൾ. എന്താണ്? എന്നാൽ നിങ്ങളുടെ ഭർത്താവിനെ മാറ്റുവാൻ കഴിയുന്ന യേശുക്രിസ്തുവിനെ നിങ്ങൾ വിശ്വസിച്ചാൽ, നിന്റെ മദ്യപാനിയായ ഭർത്താവിന്റെ സ്വഭാവത്തെ മാറ്റിയിട്ട് പുതിയൊരു വ്യക്തിയായിട്ട് അവൻ നിനക്ക് നൽകും. അനേക സഹോദരിമാരുടെ പ്രാർത്ഥന കൊണ്ട് അവരുടെ ഭർത്താക്കന്മാർ മദ്യപാനം നിർത്തിയിട്ടുണ്ട്. ഒരിക്കലും ഒരു കൺവെൻഷൻ നടത്തിയിരുന്നതായ സമയത്ത് ഒരു സഹോദരി എൻ്റെ അടുക്കൽ വന്നിങ്ങനെ പറയാനിടയായി, എൻ്റെ ഭർത്താവിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, മദ്യപാനിയാണ്, നിർബന്ധിച്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നോക്കിയപ്പോൾ തലകുനിച്ച് നിൽക്കുകയാണ്, പാവം, മദ്യപിച്ചിട്ട്. മദ്യപിക്കാത്തപ്പോൾ പൂച്ചയെ പോലെയാണല്ലോ പാവമായിട്ട് ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്നത് കാണാം. എന്നാൽ കൂടുതൽ ലഹരി പിടിച്ചാൽ പിന്നെ പുലിയായിട്ട് മാറും. അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ ആയിരിക്കണം. ഞാൻ അടുത്തുനിന്ന് സംസാരിക്കുമ്പോൾ ഭയങ്കരമായ വാസന വരികയാണ്. ഞാൻ ചോദിച്ചു, എന്താണ് സഹോദര ഇത്? ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, എന്തൊരു ജീവിതമാണിത്? നിങ്ങളുടെ ശരീരമല്ല നശിച്ചു പോകുന്നത്, അതുകൊണ്ട് നിങ്ങൾ എന്താണ് ഇങ്ങനെയെന്ന് പറഞ്ഞപ്പോൾ പറയുന്നു, ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല. യേശുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ വചനം കേൾക്കുക എന്ന് പറഞ്ഞപ്പോൾ 2-3 ആഴ്ച കൊണ്ട് അദ്ദേഹം ഭാര്യയോടൊത്ത് സന്തോഷത്തോടെ വരുന്നത് ഞാൻ കണ്ടു. എന്താണ്? ആ ഭർത്താവ് കുടി നിർത്തുവാൻ ഇടയായി. അവൻ പറയുകയാണ്, ഇതാ എൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായി, ഞാനിപ്പോൾ സമാധാനത്തോടെയായിരിക്കുന്നു, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അതെ,
നിങ്ങളുടെ ഭാരത്തെ, നിങ്ങളുടെ ഭർത്താവിന്റെ മദ്യപാനത്തിന്റെ വിഷയം ദൈവത്തോട് സംസാരിക്കൂ. അമ്മയോട് പറഞ്ഞാൽ എന്താണ് കാര്യം? അമ്മേ, ഇവൻ ഭയങ്കര മദ്യപാനിയാണ്, ജീവിക്കുവാൻ കഴിയുന്നില്ല. അങ്ങനെയാണോ? ആ ശരി, ഞാൻ അങ്ങോട്ട് വരികയാണ്. വന്നിട്ട് എന്താണ് ചെയ്യുന്നത്? നമുക്ക് കേസ് കൊടുക്കാം. ഭർത്താവിനെതിരെ കേസ് കൊടുക്കാൻ പോവുകയാണെന്ന്. പോട്ടെ, ഭർത്താവിന്റെ കാര്യമാണെങ്കിൽ നമുക്ക് പോട്ടെന്ന് വിചാരിക്കാം. ഭർത്താവിന്റെ മാതാപിതാക്കൾക്കെതിരെയും കേസ് കൊടുക്കുന്നവരുണ്ടെന്ന്. കഴിഞ്ഞ ദിവസം ഒരു കുടുംബം വന്നിട്ട് പറയുകയാണ്, ബ്രദർ, എന്റെ മരുമോള് എന്റെ മേലും, എന്റെ ഭർത്താവിന്റെ മേലും, എന്റെ മകന്റെ മേലും, എന്റെ മകളുടെ മേലും, എന്റെ കുടുംബത്തിലെ എല്ലാവരുടെ മേലും കേസ് കൊടുത്തിരിക്കുകയാണ്, കോടതിയിൽ കയറി ഇറങ്ങി നടക്കുകയാണെന്ന് പറഞ്ഞ് കരയുകയാണ്. എത്ര അന്യായമായ കാര്യമാണിത്! അന്യായമാണ്. ഭാരമുണ്ടെങ്കിൽ കോടതിയിൽ പോകാനാണോ ദൈവം പറഞ്ഞത്? എവിടെ വരാനാണ് പറഞ്ഞത്? ഭാര്യ ഭർത്താക്കന്മാർ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുക. സമാധാനമുണ്ടാകണമെങ്കിൽ പ്രാർത്ഥിക്കുക. കയ്യിനോട് പറഞ്ഞു, നീ ഉഴന്നു നടക്കുവാൻ ഇടയാകും. സമാധാനമില്ലാതെ, ജോലിയില്ലാതെ നീ ഉഴന്നു നടക്കുന്നുവെങ്കിൽ, നിനക്ക് നല്ലവണ്ണം പഠിക്കുവാൻ കഴിയാതെ എല്ലാ വിഷയത്തിലും പരാജയപ്പെട്ട് നീ പോകുന്നുണ്ടെങ്കിൽ, എന്തു കാര്യം ആരംഭിച്ചാലും അതിൽ അഭിവൃദ്ധിയില്ലാതെ ഇരിക്കുന്നുവെങ്കിൽ, നീ പാപഭാരത്താൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം ഇല്ല. നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 12-ാം വാക്യം വായിക്കുക. നീ കൃഷി ചെയ്യുമ്പോൾ നിലം ഇനിമേലാൽ തന്റെ വീര്യം നിനക്ക് നൽകയില്ല. നീ ഭൂമിയിൽ ഉഴന്നലയുന്നവൻ ആകും. കയീൻ യഹോവയോട്, എന്റെ കുറ്റം പൊറുപ്പാൻ കഴിയുന്നതിനേക്കാൾ വലിയതാകുന്നു. അയ്യോ, എന്റെ മേൽ വന്നിരിക്കുന്നതായ ഈ പാപഭാരം, ഈ കുറ്റം എനിക്ക് സഹിക്കുവാൻ കഴിയുന്നതിനേക്കാൾ വലിയതാകുന്നു. ഈ ദിവസം ഓരോ മനുഷ്യരും പലതരത്തിലുള്ളതായ പാപത്താൽ, ഈ ലോകത്തിലുള്ളതായ ഭാരം കൊണ്ട്, പാപം കൊണ്ടുവന്നതായ ഭാരം കൊണ്ട്, പലവിധമായ പ്രശ്നങ്ങളാൽ സഹിക്കാൻ കഴിയാതെയാകുന്നു. ചുമക്കുവാൻ കഴിയുന്നില്ല. എനിക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല. എന്റെ ജീവിതത്തിൽ വന്ന ഈ പ്രശ്നങ്ങൾ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ എനിക്ക് വഹിക്കാൻ കഴിയുന്നില്ല. ഈ ശോധനകൾ എനിക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല. ഈ പോരാട്ടം എനിക്ക് വഹിക്കുവാൻ കഴിയുന്നില്ല. ഈ കഷ്ടത എനിക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് മരിക്കാൻ പോകുന്ന അനേകം ആളുകളെ നമുക്കിന്ന് കാണാം. കർത്താവ് പറയുന്നു, വരൂ, എന്റെ അടുക്കിലേക്ക് വരൂ, ഞാൻ വഹിക്കാം. നോക്കൂ, നമ്മുടെ പാപങ്ങളെല്ലാം ആരാണോ ചുമന്നത്? ലോകത്തിന്റെ പാപം ചുമക്കുന്നതായ ദൈവത്തിന്റെ കുഞ്ഞാട്. അനുദിനവും നമ്മുടെ പാപം വഹിക്കുന്ന ദൈവമാണവൻ. നമ്മുടെ പാപത്തിന് വരേണ്ടതായ ശിക്ഷ വഹിച്ച ദൈവത്തിന്റെ കുഞ്ഞാടാണവൻ. നിന്റെ ഭാരം എന്റെ മേൽ വയ്ക്കൂ. ഞാൻ കാൽവരി ക്രൂശ് വരെയും അതിനെ ചുമന്നുകൊണ്ടുപോയി. ആ കാൽവരി ക്രൂശിൽ അതിനെ പ്രായശ്ചിത്തം ചെയ്തു. അതുകൊണ്ട് അവൻ നിന്റെ പാപത്തിൽ നിന്നും, അതുകൊണ്ട് നിന്റെ ഭാരത്തിൽ നിന്നും, പാപത്തിന്റെ ഫലമായി ഉണ്ടാകുന്നതായ ശിക്ഷയിൽ നിന്നും വിടുതൽ യേശുക്രിസ്തു നമുക്ക് നൽകുവാൻ ഇടയാകും. ഇത് സത്യമാണ്. യേശുവിനോടുള്ള ഭക്തി മൂഢഭക്തി അല്ല, ഇത് അനുഭവിക്കുന്നതാണ്. ആനന്ദം നൽകുന്ന ഭക്തിയാണ്. ഈ ദിവസം നീ പരിശ്രമിച്ചു നോക്കുക. എന്തൊക്കെ നിനക്ക് ഭാരമായി തോന്നുന്നുണ്ട്, എന്തൊക്കെ നിനക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്, നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ നിനക്ക് കഷ്ടതയായിട്ട് തോന്നുന്നുണ്ട്, ഏത് പാപമാണോ നിങ്ങളെ പിന്തുടർന്ന് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്? നോക്കുക, പാപം എന്നത് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് രസമായി തോന്നാം, എന്നാൽ നിങ്ങളുടെ പാപം നിങ്ങളെ പിടിക്കുമെന്ന് ബൈബിളിൽ പറയുന്നു. നിങ്ങളുടെ പാപം നിങ്ങളെ പിടിക്കുവാനിടയാകും. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നാം ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മെ പിടിക്കുവാനിടയാകും. ദൈവത്തിന്റെ വചനത്തിൽ നമ്മുടെ പാപം നമ്മെ പിടിക്കുവാനിടയാകും. നമ്മുടെ പാപം വെളിയിൽ വരുവാനിടയാകും. ദൈവത്തെ മറിച്ച് ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയില്ല. പാപം മൂലം ഉണ്ടാകുന്നതായ ഫലം ഭയങ്കരകരമായ നരകമാണ്. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റാൽ ഉടൻ തന്നെ പ്രാർത്ഥിച്ച്, കർത്താവേ, ഇതാകുന്നു എന്റെ പ്രശ്നം, ഇതാകുന്നു എനിക്ക് ബുദ്ധിമുട്ടുള്ളത്, ഈ ദിവസം എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന സ്ഥലത്തേക്ക് എനിക്ക് പോകേണ്ടതുണ്ട്, ഇന്ന് നീ എന്നെ അനുഗ്രഹിക്കണം എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ, എല്ലാ ദിവസവും നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുൻപ് കർത്താവിന്റെ സന്നിധിയിൽ മുഴങ്കാലിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ഭാരങ്ങളെല്ലാം ആ കർത്താവിനോട് പറയുകയാണെങ്കിൽ, ആ കേൾക്കുന്നതായ ദൈവം നിങ്ങളുടെ ഭാരങ്ങളെ മാറ്റുവാനിടയാകും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന എല്ലാവരും എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ എന്താണ് പറയുന്നത്? ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, നിങ്ങൾക്ക് നല്ല ആശ്വാസം നൽകാം. നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾ എത്ര നാളെ ഒന്ന് സ്വസ്ഥമായി കുറെ സമയം ഇരുന്നിട്ട് ഇന്ന് സിറ്റിയിൽ താമസിക്കുന്നതായ ആളുകളെ നോക്കുകയാണെങ്കിൽ, അതിരാവിലെ എഴുന്നേറ്റാൽ ഉടൻ തന്നെ അമ്മമാർക്ക് കൊച്ചുകുട്ടികളെ സ്കൂളിൽ വിടാൻ തയ്യാറാക്കണം. എന്നാൽ ഓടി നടന്നിട്ട് അവനവിടെ ബാഗ് കൊടുത്ത്, ഇവന് ടിഫിൻ ബോക്സ് കൊടുത്ത്, അവിടെ പുസ്തകം കൊടുത്തിട്ട്, ഇവർക്ക് BP കൂടി, അയാൾക്ക് BP കൂടി, കുഞ്ഞുങ്ങൾക്ക് തലവേദന. ശരിയല്ലേ? മനുഷ്യന് വിശ്രമം ഇല്ല, ആശ്വാസം ഇല്ല. ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളുമൊക്കെ ഒരുമിച്ച്
പണ്ടൊക്കെ പിക്നിക്കിന് പോകുമായിരുന്നു. എന്നാൽ ഇന്ന് വീട്ടിൽ നിങ്ങൾ ഇരുന്നിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ടോ? കൂടിയിരുന്ന് സംസാരിക്കാറുണ്ടോ? ഭാര്യയും ഭർത്താവും ഇരുന്നിട്ട് തമാശയൊക്കെ പറഞ്ഞിട്ട് നല്ലവണ്ണം സംസാരിച്ച് ഭാര്യയുടെ അടുക്കൽ ചിരിച്ചിട്ട് എത്ര നാളായി? പറയൂ. നാട്ടുകാരെ കാണുമ്പോൾ നല്ലവണ്ണം ചിരിക്കും, എന്നാൽ ഭാര്യയുടെ അടുക്കൽ ചിരിക്കില്ല. ശരിയല്ലേ? ടി വിയിൽ കാണുന്ന സീരിയലും കോമഡി പരിപാടിയെല്ലാം കണ്ടിട്ട് തലയേർത്ത് കളിച്ചിരിക്കും, എന്നാൽ ഭർത്താവ് വരുമ്പോൾ സീരിയസ് ആയിട്ട് ശരി, അവിടെ ഭക്ഷണം ഇരിപ്പുണ്ട്. എന്തൊരു കഷ്ടമാണ്. മിലിറ്ററിക്കാർ സംസാരിക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത്. അറ്റൻഷൻ, സ്റ്റാൻഡ് അറ്റ് ഈസ്, അബൌട്ട് ടേൺ എന്ന് പറയുന്ന പോലെ. വിശ്രമമില്ല, ആശ്വാസമില്ല, സ്വാതന്ത്ര്യമില്ല. ഭർത്താവിനെ കണ്ടാൽ ഭയമാണ്, ഭാര്യയെ കണ്ടാൽ ഭർത്താവിന് ഭയമാണ്. അങ്ങനെയുള്ളവരുണ്ടോ ഇവിടെ? യേശുക്രിസ്തു ഉണ്ട് എന്ന് പറയുമ്പോഴും മരിച്ചുപോയാൽ മതി, അതാണ് പരിഹാരമെന്നാണ് പറയുന്നത്. എന്താണ്? എന്തെങ്കിലും വിഷമോ മറ്റോ കുടിച്ച് മരിക്കാമെന്ന് വിചാരിക്കുന്നു. എത്ര ഭയങ്കരമാണത്! ഗ്യാസ് സിലിണ്ടർ തുറന്നിട്ട് ആ ഗ്യാസ് തുറന്നു വിട്ടിട്ട് ചാകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. പണ്ട് കാലത്ത് മണ്ണെണ്ണ ഒഴിച്ച് തീ വെച്ചായിരുന്നു മരിക്കുന്നത്. എന്തുകൊണ്ട് നീ മരിച്ചു പോകണം? ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയല്ല നിന്നെ ദൈവം സൃഷ്ടിച്ചത്. ഒരേ ഒരു ജീവിതമേ നമുക്കുള്ളൂ. വീണ്ടും വീണ്ടും നാം ജനിക്കുകയില്ല. ഈ ജീവിതം എത്ര വിലയേറിയതാണ്. നിന്റെ ജീവിതത്തെ പൂർണ്ണമായി ജീവിക്കുക. നിന്റെ ജീവിതത്തിന്റെ മേൽ ഒരു പദ്ധതിയുണ്ട്. ഒരു മാതാവായി, ഒരു പിതാവായി, ഒരു യൗവനക്കാരനായി, ഒരു കുടുംബനാഥനായിട്ട് നിന്റെ മേൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. സന്തോഷത്തോടെ ജീവിക്കുക. എന്റെ അടുക്കിലേക്ക് വരിക, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം. യേശുക്രിസ്തുവിന്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് മറിയ അവന്റെ ഉപദേശം പൂർണ്ണമായി കേൾക്കാനിടയായി. മാർത്തയാണെങ്കിൽ അടുക്കളയിൽ ചെന്നിട്ട് കർത്താവിന് വേണ്ടി വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനായി ധൃതി വെച്ച് ഭക്ഷണം പാകം ചെയ്തിട്ട് കൈ പൊള്ളിച്ചോ എന്നറിയില്ല, കൈ മുറിച്ചോന്നറിയില്ല, എന്താണെന്ന് അറിയത്തില്ല. കർത്താവിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറയുകയാണ്, ഞാൻ ഒരാൾ മാത്രം കഷ്ടപ്പെടുന്നത് നിനക്ക് ചിന്തയില്ലേ എന്ന്. ആരോടാണ് പറയുന്നത്? പോട്ടെ, സഹോദരിയോട് പറയാമല്ലോ, മറിയ വരൂ എന്ന് മറിയയെ വിളിക്കാമല്ലോ. എന്നാൽ ആരോടാണ് പറയുന്നത്? കർത്താവിനെ നോക്കിയിട്ട് നിനക്ക് വിചാരമില്ലയോ? ഇന്നും കർത്താവിനോട് അങ്ങനെയാണ് പറയുന്നത്. ദൈവം എവിടെയാണുള്ളത്? ഞാനിപ്പോൾ കഷ്ടപ്പെട്ട് ഇത്ര കാലം ജീവിക്കുന്നു. ദൈവമുണ്ടെങ്കിൽ എന്നെ സഹായിക്കുമായിരുന്നല്ലോ. എന്താണ്? ദൈവത്തിന് ചിന്തയില്ല, ദൈവത്തിന് സ്നേഹമില്ല, ദൈവം എനിക്ക് നൽകിയില്ല, ദൈവം അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല എന്ന് വിചാരിക്കുകയല്ലാതെ കർത്താവ് പറയുന്നു, എന്റെ നാമത്തിൽ നിങ്ങൾ ഒന്നും ചോദിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് ലഭിച്ചില്ല. നിങ്ങൾ ചോദിക്കാത്തത് കൊണ്ട്. ചോദിക്കൂ, യാചിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. നോക്കൂ, മനുഷ്യന് വിശ്രമമില്ലാതെ അവന്റെ ആയുസ് കുറഞ്ഞു പോകുന്നു. ബിപിയും ഷുഗറും കൂടുവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ രക്തം തിളയ്ക്കുകയാണ് ഉള്ളിൽ. ബ്രെയിൻ ഡാമേജ് ആകുന്നതിന്, പക്ഷപാതം ഉണ്ടാകുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ മനസ്സിന് സ്വസ്ഥതയില്ല. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നതിന്, ഹൃദയവേദന ഉണ്ടാകുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പലവിധമായ ഭാരത്താൽ ഹൃദയം നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ്. എന്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്റെ അടുക്കലേക്ക് വരിക, നിന്റെ ഹൃദയത്തിന്റെ ഭാരമെല്ലാം ഞാൻ നീക്കി കളയുമെന്ന് കർത്താവ് പറഞ്ഞു. നിന്റെ തല മുതൽ കാൽപാദം വരെയുള്ളതായ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുവാൻ കഴിയും. നിനക്ക് വിടുതൽ നൽകുവാൻ അവന് കഴിയും. ഇങ്ങനെ ചെയ്യാൻ പഠിക്കുക. നിങ്ങൾക്ക് സങ്കടമുണ്ടാകുമ്പോൾ മുഴങ്കാലിൽ ഇരുന്നു കൊണ്ട്, കർത്താവേ, ഇതാണ് എൻ്റെ ദുഃഖം, എന്നെ സഹായിക്കുവാൻ ആരുമില്ല, എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ പ്രശ്നങ്ങളുണ്ട്, എൻ്റെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് നിലവിളിക്കുക. നിന്റെ ഭാരങ്ങൾ വഹിക്കുന്നതായ, നിങ്ങളുടെ ശാപങ്ങൾ മാറ്റിയവനായ, നിങ്ങളുടെ ഭാരങ്ങൾ വഹിക്കുന്നതായ കർത്താവ് നിങ്ങൾക്ക് എന്തു ചെയ്യും? ആശ്വാസം നൽകും. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവൻ ആകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ക്രിസ്തീയ ഭക്തി എന്ന് പറഞ്ഞാൽ കാറ്റത്ത് ദീപം വെച്ചിട്ട് നീ തന്നെ നോക്കൂ എന്ന് പറയുന്നതല്ല. നിങ്ങളുടെ ഭാരമെല്ലാം എൻ്റെ കയ്യിൽ തന്നിട്ട് എൻ്റെ നുകം നിങ്ങളുടെ തോളിൽ വയ്ക്കാനാണ് പറയുന്നത്. എനിക്കറിയാവുന്നത് യേശുവിൻ്റെ നുകം എന്താണെന്ന് വെച്ചാൽ ഇതാണ്. എന്താണ്? ഈ ബൈബിൾ. നീ ബൈബിൾ ചുമന്നാൽ ബൈബിൾ നിന്നെ ചുമക്കുമെന്നാണ്. 18 വയസ്സ് മുതൽ ബൈബിൾ എടുത്ത വ്യക്തിയാണ് ഞാൻ. അതിനു മുമ്പ് എനിക്ക് ബൈബിൾ അറിയില്ലായിരുന്നു. 18ാമത്തെ വയസ്സിൽ കർത്താവ് രക്ഷിക്കുകയും ബൈബിൾ എടുക്കുവാനും ഇടയായി. ഇപ്പോൾ വരെയും ഞാൻ ജീവിച്ചിരിക്കുന്നു എങ്കിൽ അതിന് കാരണം ഈ ബൈബിളാണ്. ഞാൻ ടി വിയിൽ വചനം സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ സ്വന്തം വാക്കുകൾ പറഞ്ഞാൽ ആരും കേൾക്കില്ല. അതിന് കാരണം ഈ ബൈബിളാണ്. ഇങ്ങനെയുള്ള മീറ്റിംഗുകൾ സംഘടിപ്പിക്കുന്നുവെങ്കിൽ അതിൻ്റെ കാരണം ബൈബിളാണ്. ജയ്പോളിനെ ഇത്രമാത്രം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ആളുകൾ വിളിക്കുന്നതിനുള്ള കാരണം ബൈബിളാണ്. ബൈബിൾ ജീവിപ്പിക്കുന്നു, ബൈബിൾ പഠിപ്പിക്കുന്നു, ബൈബിൾ സ്നേഹം നൽകുന്നു, ബൈബിൾ വിശുദ്ധിയോടെ ജീവിക്കുന്നതിനായി പഠിപ്പിക്കുന്നു.
നമ്മുടെ ദുഃഖമെല്ലാം മാറ്റുവാൻ വേണ്ടി ബൈബിൾ നമ്മെ സഹായിക്കുന്നു. എന്റെ മുഖം എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുക. ക്രിസ്തീയ ഭക്തി എന്ന് പറഞ്ഞാൽ വർഷത്തിലൊരിക്കൽ സഭയിൽ വന്നിട്ട് പോകുന്ന കാര്യം അല്ല. സക്കായി എന്താണ് ആഗ്രഹിച്ചത്? കർത്താവിനെ ഒന്ന് കണ്ടാൽ മാത്രം മതി. അങ്ങനെ മരത്തിൽ കയറിയാണ് നോക്കിയത്. അവനെ കണ്ട ജീവിതം ഭാഗ്യമായി തീരുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ കർത്താവ് എന്താണ് പറഞ്ഞത്? സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്നു നിന്റെ ഭവനത്തിൽ വരുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നിന്റെ വീട്ടിൽ വരാൻ, നിന്റെ ഹൃദയത്തിൽ ഞാൻ വസിക്കാമെന്നാണ് യേശു പറഞ്ഞത്. അതുകൊണ്ട് ക്രിസ്തീയ ഭക്തി എന്ന് പറഞ്ഞാൽ യേശുവിനോട് കൂടി നടക്കുന്നതാണ്. നുഖമെടുത്തുകൊണ്ട് വരാൻ പറയുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, കാളവണ്ടിയിൽ എത്ര നുഖങ്ങളുണ്ട്? അവിടെ 2 നുഖങ്ങളുണ്ട്. ഒന്ന് ഈ വശത്തും ഒന്ന് മറുവശത്തും. കർത്താവ് എന്താണ് പറയുന്നത്? ഒരു വശം ഞാൻ ചുമക്കുകയാണ്, മറുവശത്ത് നീ വരിക. എന്താണ്? അതുപോലെ എന്നോടൊപ്പം നീ നടക്കുക, എന്റെ കാലടികൾ നീ പിന്തുടരുക എന്ന് പറയുന്നു. എന്റെ നുഖം മൃദുവായതാണ്. കർത്താവ് ഒരു വശത്ത് നുഖം വഹിക്കുമ്പോൾ മറുവശത്ത് നമ്മുടെ മേൽ ഭാരം വയ്ക്കുമോ? ഭാരം മുഴുവൻ അവൻ തന്നെയാണ് വഹിക്കുന്നത്. നാം വെറുതെ നടന്നു പോവുകയാണ്, അത്രയേ ഉള്ളൂ. യേശുവിനോടൊപ്പം നടക്കുന്നത് കഷ്ടതയാണെന്നാണ് ചിലർ വിചാരിക്കുന്നത്. എന്നാൽ അത് വലിയൊരു ഭാഗ്യമാണ്. ഇതുപോലത്തെ ഒരു ടേബിൾ കുറച്ച് മാറ്റിവെക്കാൻ വേണ്ടി ഒരു പിതാവ് ശ്രമിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് 2 വയസ്സുള്ളതായ പയ്യൻ വന്നിട്ട് പറഞ്ഞു, ഞാനും ഇത് ചുമക്കുവാൻ സഹായിക്കാമെന്ന്. മോൻ മാറിപ്പോ, മോൻ ചുമക്കണമെന്ന് പറഞ്ഞപ്പോൾ, ഇല്ല എനിക്ക് ചുമക്കണം, ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവസാനം പിതാവ് സമ്മതിച്ചിട്ട് പിതാവ് മേശ എടുത്തപ്പോൾ മകൻ ഇങ്ങനെ വിരൽ കൊണ്ടുവെക്കുകയാണ്. വിരലിങ്ങനെ വെച്ചിട്ട് അവർ പിതാവ് മേശ കൊണ്ടുപോകുമ്പോൾ എന്ന് അവൻ ചുമക്കുന്നത് പോലെ വിചാരിക്കുന്നു. വെറുതെ വിരൽ വെച്ചിരിക്കുകയാണ്. ആരാണ് ചുമക്കുന്നത്? അവന്റെ പിതാവാണ് ചുമക്കുന്നത്. എന്നാൽ വിരൽ വെച്ചിട്ട് അവൻ മുക്കുകയാണ്. അവനും കൂടെ ചുമന്നെന്ന് പറഞ്ഞ് പിന്നീട് അവൻ സന്തോഷിച്ചു. പലപ്പോഴും നാം ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഭാരങ്ങൾ നാം വഹിക്കുന്നു നാം വിചാരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ഭാരം എൻ്റെ മേൽ വെക്കൂ, ഞാനത് ചുമക്കാമെന്ന് പറഞ്ഞ് കർത്താവ് നമ്മെ സഹായിക്കുമ്പോൾ നമുക്ക് പോകാൻ കഴിയും. ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ അനായാസേന നമുക്ക് അത്ഭുത കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. എൻ്റെ അടുക്കൽ വരിക, ഞാൻ സഹായിക്കാം, ഞാൻ ചുമക്കാം, എൻ്റെ കൂടെ വരിക, എൻ്റെ അടുക്കൽ നിന്ന് പഠിക്കുക, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകുവാനിടയാകും. അവസാനമായ ആ വചനങ്ങൾ എന്താണ് പറയുന്നത് നോക്കൂ. മത്തായിയുടെ സുവിശേഷം 11:29-30. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും, എന്റെ നുഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു. എന്താണ് ഇവിടെ ദൈവവചനം പറയുന്നത്? നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും. നോക്കുക, നമുക്ക് പ്രാണൻ ഉണ്ട്. ആ പ്രാണൻ എവിടെയാണ് ഉള്ളതെന്ന് നമുക്ക് അറിയില്ല. എവിടെയാണ്? കഴുത്തു ഞെരിച്ചാൽ പ്രാണൻ പോകും, ഹൃദയം നിലച്ചുപോയാൽ പ്രാണൻ പോകും, രക്തം നഷ്ടപ്പെട്ടാൽ പ്രാണൻ പോകും. എവിടെയാണ് പ്രാണനുള്ളത്? രക്തത്തിലാണോ, ശ്വാസത്തിലാണോ, ഹൃദയത്തിലാണോ എന്ന് വ്യക്തമായി നമുക്ക് പറയാൻ കഴിയില്ല. എന്നാൽ നമ്മുടെ പ്രാണൻ ദുഃഖിക്കാനിടയാകും. നിങ്ങൾ നോക്കുക, ചില സമയത്ത് ചിലർക്ക് നമ്മൾ നല്ല ആഹാരമൊക്കെ വെച്ച് വിളമ്പി കൊടുക്കുകയാണെങ്കിൽ അവർ പറയും, എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല, എൻ്റെ മനസ്സിന് സുഖമില്ല എന്ന്. എന്താണ് പറയുന്നത്? എനിക്ക് നല്ല സന്തോഷമില്ല, മനസ്സിന് സുഖമില്ല എന്ന്. ചിലർക്ക് സകലതുമുണ്ടെങ്കിലും മനസ്സിന് സുഖമുണ്ടായിരിക്കില്ല. എപ്പോഴും മുഖം വീർപ്പിച്ചിരിക്കും, വല്ലാത്തൊരു മ്ലാനത, പറയുവാൻ പറ്റാത്ത വിഷമം, ഏതെങ്കിലും ഒരു ഭയം, ഏതെങ്കിലും ഒരു സംശയം, ഏതെങ്കിലും ഒരു സങ്കടം, അല്ലെങ്കിൽ ഒരു നിരാശ. അനേകം ആളുകളുടെ ജീവിതത്തിൽ ഒരുപാട് പണമുള്ള ആളുകളെ നോക്കിയാലും നല്ല അറിവുള്ള വ്യക്തികളെ നോക്കിയാലും ഒരുപാട് സമ്പാദ്യമൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് സമാധാനമില്ലാത്തതായി കാണുന്നു. വെളിയിൽ വരുമ്പോൾ മീശയൊക്കെ പിരിച്ചിങ്ങനെ നടക്കും, എന്നാൽ വീട്ടിൽ ചെന്നാൽ വലിയ ഏകാന്തത അനുഭവിക്കുന്നതായിട്ട്. എന്താണ്? മനസ്സിന് സ്വസ്ഥതയില്ല. ഉറക്ക ഗുളിക കഴിക്കാതെ ഉറക്കം വരികയില്ല, മദ്യം കുടിക്കാതെ ഉറക്കം വരില്ല. എന്തുകൊണ്ടെന്നാൽ മനസ്സിന് സുഖമില്ല. മനസ്സ് നന്നായിരിക്കുകയാണെങ്കിൽ നാം സന്തോഷത്തോടെയായിരിക്കും. യഥാർത്ഥമായ സന്തോഷം യേശുക്രിസ്തു നൽകുന്നതാണ്. ഒരുവന് വയറ് നിറച്ച് കഴിച്ച് സുഖമായി കിടന്നുറങ്ങുവാൻ കഴിയുന്നെങ്കിൽ അവൻ ഭാഗ്യവാനാണെന്നാണ് പറയുന്നത്. അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അതിനേക്കാൾ വലിയൊരു സന്തോഷം വേറൊന്നുമില്ല. കഷ്ടപ്പെടുന്ന അനേകർ നല്ലവണ്ണം ഭക്ഷണം കഴിക്കുന്നില്ല, കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അവർ നല്ലവണ്ണം ഉറങ്ങുന്നില്ല, രാവും പകലും അധ്വാനിക്കുന്നുവെങ്കിലും അവരുടെ ജീവിതത്തിൽ സമാധാനമില്ല. യേശുക്രിസ്തുവിൽ ജീവിക്കുന്ന ആളുകൾക്ക് നാളെക്കുറിച്ചുള്ള ആകുലതയില്ല, നാളെക്കുറിച്ചുള്ള ചിന്തകളില്ല. ഇന്നു മുതൽ നിങ്ങളുടെ സകല ഭാരവും കർത്താവിന്റെ കയ്യിൽ കൊടുക്കൂ. അതാത് ദിവസത്തിന്റെ ദോഷം മതി എന്ന് ദൈവവചനം പറയുന്നു. വിചാരപ്പെടരുത്. ഒരു ദിവസം ഒരു മീൻപിടുത്തക്കാരൻ കടൽ തീരത്തിരുന്നു കൊണ്ട് നല്ല കാറ്റൊക്കെ കൊണ്ട് തിരമാലകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, സുഖമായി വിശ്രമിക്കുകയായിരുന്നു. ഒരു വ്യക്തി വന്ന് ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത്, പോയി മീൻ പിടിച്ചുകൂടെ എന്ന്. ഞാൻ മീൻ പിടിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. ആഹാ,
ഇനിയും പോയി പിടിക്കത്തില്ലേ എന്ന് ചോദിച്ചു. എന്തിനാണ് ഇനിയും മീൻ പിടിക്കേണ്ടതെന്ന് ചോദിച്ചു. വിൽക്കാൻ കഴിയുമല്ലോ എന്ന് പറഞ്ഞു. വിറ്റിട്ട് എന്തോ ചെയ്യാനാണെന്ന് ചോദിച്ചു. വിൽക്കുകയാണെങ്കിൽ പണമുണ്ടാക്കാമല്ലോ എന്ന് പറഞ്ഞു. എന്തിനാണ് പണമുണ്ടാക്കുന്നത്? വീട് വെക്കാമല്ലോ എന്ന് പറഞ്ഞു. വീട് വെച്ചിട്ട് എന്ത് ചെയ്യാനാണ്? സുഖമായിട്ടിരിക്കാമല്ലോ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ അത് തന്നെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. വീടൊക്കെ ഉണ്ടാക്കിയിട്ട് എന്നെങ്കിലും ഒരിക്കൽ സുഖമായിട്ടിരിക്കുന്നതിന് പകരമായി ആ സുഖം ഞാൻ ഇന്ന് തന്നെ അനുഭവിക്കുകയാണ്. ഞാൻ ഇന്ന് ആവശ്യമുള്ളത് സമ്പാദിച്ചു കഴിഞ്ഞു. നാളെയെക്കുറിച്ച് എനിക്ക് യാതൊരു ചിന്തകളും ഇല്ല. അനാവശ്യമായി മനുഷ്യർ കഷ്ടപ്പെടുകയാണ്. വെറുതെ അവർ ഭാരം വഹിക്കുകയാണ്. പെട്ടെന്ന് ധനവാനാകാൻ ആഗ്രഹിക്കുന്നു. പെട്ടെന്ന് വലിയവരാകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അഴിമതി കാട്ടി തെറ്റായ വഴികളിലൂടെ കൈക്കൂലി വാങ്ങിച്ചിട്ട് അതും ഇതുമൊക്കെ ചെയ്തിട്ട് പണം സമ്പാദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. കുട്ടികൾ പാസ്സായില്ലെങ്കിൽ കൈക്കൂലി കൊടുത്തിട്ട് പാസ്സാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. സീറ്റ് കിട്ടിയില്ല എങ്കിൽ തെറ്റായ രീതിയിലൂടെ പേര് മാറ്റി ഡേറ്റ് മാറ്റി എങ്ങനെയെങ്കിലുമൊക്കെ കയറിപ്പറ്റുവാൻ ശ്രമിക്കുകയല്ലാതെ ദൈവത്തിന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ അത് നിനക്ക് എന്നേക്കുമുള്ള അനുഗ്രഹമാണ്. നിനക്ക് എന്തെല്ലാം ഉണ്ടായിട്ടും ദൈവത്തിന്റെ അനുഗ്രഹം ഇല്ല എങ്കിൽ സീറോയാണ്. ദൈവം അനുഗ്രഹിച്ചാൽ അല്പമേ ഉള്ളുവെങ്കിലും അതിൽ സമൃദ്ധിയുണ്ട്. ദാവീദ് പറയുന്നു, എന്റെ പാനപാത്രവും നിറഞ്ഞ് കവിയുന്നു, എനിക്കൊരു കുറവുമില്ല. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. എനിക്കെപ്പോഴും സമൃദ്ധിയുണ്ട്. എനിക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം നൽകുന്നു. അങ്ങനെയുള്ള വിശ്വാസത്തോടെ ആയിരിക്കുക. ലോകത്തിൽ നിങ്ങൾക്ക് പരിശോധനകൾ വരുമ്പോൾ, കഷ്ടത വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയം, കുഞ്ഞുങ്ങളെ വിവാഹം നടത്തുവാൻ ആഗ്രഹിക്കുന്ന സമയത്ത്, ഒരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ, ഒരു കാർ വാങ്ങാൻ, ഒരു ബൈക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന സമയത്ത് വെറുതെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഭാരപ്പെട്ടിട്ട് കാര്യമില്ല. ലോകക്കാരെ പോലെ നിങ്ങൾ പ്രവർത്തിക്കരുത്. കർത്താവെ, നീ എന്നെ സഹായിക്കുമെന്ന് ചോദിക്കുക. എന്താണ്? ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചതായ ദൈവം, പ്രാർത്ഥന കേൾക്കുന്ന കർത്താവ്, എന്റെ നാമത്തിൽ നിങ്ങൾ എന്തു തന്നെ ചോദിച്ചാലും അത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ കർത്താവ് നമുക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥന കേട്ട് സകലതും നമുക്ക് നന്മയ്ക്കായി ചെയ്യുന്നതായ കർത്താവാണ്. ഹല്ലേലൂയ. മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ ശീലിക്കുക. പ്രാർത്ഥനയിൽ നിങ്ങളുടെ വിഷയങ്ങളെല്ലാം ദൈവത്തിനോട് പറയുക. ദൈവം നമ്മുടെ ഭാരങ്ങളെയെല്ലാം മാറ്റിത്തരും. നമ്മുടെ മനസ്സിന് സമാധാനം നൽകും. നമുക്ക് ആവശ്യമായ ആശ്വാസം നൽകും. നിങ്ങളുടെ തലയിണിലേക്ക് വെക്കുമ്പോൾ എന്താണ്? നിങ്ങളുടെ തല ആ തലയിണിലേക്ക് നിങ്ങൾ വെക്കുന്ന സമയത്ത് എന്താകണം? പോകണം. എവിടേക്കാണ്? ഉറക്കത്തിലേക്ക്, സ്വർഗത്തിലേക്കല്ല. എന്താണ്? സുഖമായിട്ട് ഉറങ്ങാൻ കഴിയണം. അതല്ലാതെ ഇന്ന് കിടക്കുന്ന ആളുകളെ പോലെ അങ്ങോട്ടൊന്ന് തിരിയും ഇങ്ങോട്ടൊന്ന് തിരിയും, ഇടയ്ക്ക് എഴുന്നേറ്റിരിക്കും, കൊതുകിനെ അടിക്കും, ഫാൻ കറങ്ങുന്നില്ല എന്ന് പറയും, പിന്നെ ചാടി എഴുന്നേൽക്കും, കുറച്ചു നേരം TV കാണും, വെളുക്കോളം വരെ ഉറങ്ങാതെ ഇരിക്കും. അങ്ങനെ ഉറക്കപ്പിച്ചയോടെ ഡ്യൂട്ടിക്ക് പോകുന്ന ആള് എങ്ങനെയായിരിക്കും? അവിടെ ഉറക്കപ്പിച്ചയോടെ തന്നെയായിരിക്കും. മനുഷ്യന് നല്ല ഉറക്കം വേണം. നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾക്ക് റെസ്റ്റ് വേണം, വിശ്രമം ആവശ്യമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ സംസാരത്തിന്റെ രീതി മാറും, നമ്മൾ ഇടപെടുന്ന രീതി മാറും, നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുവാനിടയാകും. ഇന്ന് എവിടെ നോക്കിയാലും അങ്ങനെയുള്ള ആളുകളെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആശ്വാസം നൽകാം, വിശ്രമം നൽകാം, സമാധാനം നൽകാം. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. ദൈവവചനം പറയുന്നു. എൻ്റെ കർത്താവുണ്ട്. എൻ്റെ കർത്താവ് കാര്യങ്ങൾ നോക്കും. കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കുക. പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങളെ, അവർ വിശക്കുമ്പോൾ കരയും. കരയുന്ന സമയത്ത് അമ്മ പാൽ കൊടുക്കും. പാൽ കൊടുക്കുമ്പോൾ പാൽ കുടിച്ചുകൊണ്ട് തന്നെ എന്താണ് ചെയ്യുന്നത്? പാൽ കുടിച്ചുകൊണ്ട് തന്നെ ഉറങ്ങാനിടയാകും. അല്ലാതെ അമ്മ എനിക്ക് വൈകുന്നേരം പാൽ തരുമോ എന്ന് ചോദിക്കുമോ? അങ്ങനെ ചോദിക്കുമോ? എൻ്റെ അമ്മ എൻ്റെ വിശപ്പ് മാറ്റും, ഞാൻ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ നൽകും. കുഞ്ഞിന് അമ്മയുടെ മേൽ വിശ്വാസമുണ്ട്. എന്നാൽ നിന്റെ ദൈവത്തിൻ്റെ മേൽ, പരമപിതാവിൻ്റെ മേൽ, പെറ്റ തള്ള നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ മറക്കയില്ലെന്ന് പറഞ്ഞതായ കർത്താവ് നമ്മുടെ പിതാവായിട്ടും ഇരിക്കുന്നു. അവൻ നമ്മുടെ മാതാവിന്റെ സ്നേഹവും നൽകുന്നു. നോക്കൂ, ഇതാ നിന്നെ എൻ്റെ ഉള്ളം കൈയിൽ വരച്ചിരിക്കുന്നു. നാം എപ്പോഴും അവന്റെ മുൻപിൽ തന്നെയാണ്. നമ്മുടെ ഉള്ളം കൈയെ പോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ഭാഗങ്ങളിൽ ഉള്ളം കൈയാണ് നമുക്ക് എപ്പോഴും കാണുവാൻ സാധിക്കുന്നത്. പുറം കൈ നോക്കണമെങ്കിൽ തിരിച്ചു നോക്കണം. പുറം കൈ നോക്കണമെങ്കിൽ, നിന്റെ പുറം കാണണമെങ്കിൽ തിരിഞ്ഞു നോക്കിയാലും കാണില്ല. ആരെങ്കിലും വിളിച്ചു പറയണം പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ദൈവം പറഞ്ഞിട്ടില്ല എൻ്റെ പുറത്ത് നിന്റെ പേരെഴുതി വെച്ചിരിക്കുന്നു എന്ന്. എങ്ങനെയാണ്? തലയിലാണെന്ന് പറഞ്ഞിട്ടില്ല. തലയിലാണെങ്കിൽ കണ്ണാടി നോക്കണം. കയ്യിലാണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അതാണ്. എപ്പോഴും നമ്മുടെ കൈ എങ്ങനെയാണ്? കൺമുൻപിൽ തന്നെയാണ്. നാം അവന്റെ ദൃഷ്ടിയിലാണ്. നിന്നെ അവൻ അറിയുന്നുണ്ട്. നിന്റെ ആന്തരംഗങ്ങളെ അവൻ അറിയുന്നുണ്ട്. നിന്റെ നെടുവീർപ്പുകൾ അവൻ കാണുന്നുണ്ട്. നിന്റെ ദുഃഖം കാണുന്നുണ്ട്. നിന്റെ കണ്ണുനീർ കാണുന്നുണ്ട്. നിന്നെ സ്നേഹിക്കുന്നതായ കർത്താവ് ഉറങ്ങുകയില്ല, മയങ്ങുകയുമില്ല. കൺമണി പോലെ ഞാൻ നിന്നെ കാക്കുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഇത്ര നല്ല യേശു നമുക്കുള്ളപ്പോൾ നാം എന്തിനാണ് വേദനയോടെ ആയിരിക്കുന്നത്? ഇത്ര നല്ല ഒരു ദൈവം നമുക്കുള്ളപ്പോൾ നാം എന്തുകൊണ്ട് കഷ്ടതയിലായിരിക്കണം? ഇത്രമാത്രം ശക്തിയുള്ള ഒരു വലിയ ദൈവം നമുക്കുള്ളപ്പോൾ നാം എന്തുകൊണ്ട് ഭയത്തോടുകൂടി, നിരാശയോടുകൂടി ഓരോ ദിവസങ്ങളും തള്ളി നീക്കണം? ഭയപ്പെടേണ്ട കാര്യമില്ല.
എഴുന്നേറ്റ് നിൽക്കുക, നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളെ സഹായിക്കുമാറാകണമേ. കർത്താവേ, ഞങ്ങൾക്ക് ആശ്വാസം നൽകണമേ. നീ നൽകുന്ന ശാന്തി വേണം. നീ നൽകുന്ന സ്വസ്ഥത എനിക്ക് വേണം. നീ നൽകുന്ന സമാധാനം ഞങ്ങളുടെ ജീവിതത്തിൽ വേണം. ഈ ദുഃഖത്തിൽ നിന്ന് വിടുവിക്കുമാറാകണമേ. ഈ ഭയത്തിൽ നിന്ന് വിടുവിക്കുമാറാകണം. ഈ ദുഃഖ ചിന്തകളിൽ നിന്ന് വിടുവിക്കണമേ. ഈ പാപഭയത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. കർത്താവേ, ഈ ദിവസം നിന്റെ അടുക്കിലേക്ക് നീ എന്നെ ചേർക്കുമാറാകണമേ. നിന്റെ ഹൃദയത്തിൽ എന്നെ ചേർത്ത് പിടിക്കണമേ. നിന്റെ പൊന്നു പാദപീഠത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി നിന്റെ മക്കളെ നീ ദർശിക്കുമാറാകണമേ. ഞങ്ങളുടെ ഭാരങ്ങൾ നിന്റെ അടുക്കിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു. നിന്റെ പാദത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. ആ ക്രൂശിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. ഞങ്ങളുടെ തെറ്റുകളെ നീ ക്ഷമിക്കണമേ. നിന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. നിന്റെ ഹൃദയശുദ്ധി ഞങ്ങൾക്കും നൽകുമാറാകണമേ. കർത്താവേ, ദിവസം ഞങ്ങൾ തുറന്ന മനസ്സോടുകൂടി ഇവിടെ നിന്ന് കടന്നു പോകുന്നതിനായി ഞങ്ങൾക്ക് വേണ്ടി നിന്റെ രക്തം ഒഴിക്കവനായവനെ, ഞങ്ങൾക്ക് വേണ്ടി രക്തം ഒഴിക്കുക ഞങ്ങളുടെ കർത്താവേ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം കാൽവറിയിലേക്ക് ചുമന്നു കൊണ്ടുപോയി ഞങ്ങൾക്ക് വേണ്ടി യാഗമായവനെ, കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളിൽ നിന്നും ഞങ്ങളുടെ ജീവിതത്തിലെ സകല ഭാരങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയുന്നവനായ ഞങ്ങളുടെ കർത്താവേ, ഇവിടെയുള്ളവരിൽ ആരൊക്കെയാണോ രോഗത്താൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ, അങ്ങനെയുള്ളവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യപ്പെടുത്തുകയാണ്. ഏത് കുടുംബത്തിലാണോ സമാധാനമില്ലാതെ, ഭാര്യ ഭർത്താക്കന്മാർ കലഹത്തിലായിരിക്കുന്നത്, വിശ്വാസം നഷ്ടപ്പെട്ട് സംശയത്തോടെ ആയിരിക്കുന്നത്, അങ്ങനെയുള്ള കുടുംബങ്ങളെ നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിച്ചെടുക്കുകയാണ് ദൈവമേ. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പിശാചിന്റെ തന്ത്രങ്ങളെ നിന്റെ നാമത്തിൽ തകർത്തു കളയുകയാണ്. യൗവനപ്രായത്തിലുള്ളവർ ആരൊക്കെയാണോ തങ്ങളുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യവും സമാധാനവും ഇല്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അവരെല്ലാം നിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയാണ്. മാതാവിന്റെ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ അവരുടെ മേലുള്ള നിന്റെ പദ്ധതികൾ നിറവേറുന്നതിന് വേണ്ടി ശുദ്ധ ഹൃദയമുള്ളവരായിട്ട് നിന്റെ സ്നേഹം പ്രാപിച്ച് നിന്റെ പദ്ധതികൾ അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകാൻ സഹായിക്കണം. നിന്നോട് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ നീ മറുപടി കൊടുക്കുമാറാകണമേ. ജനം വന്നതുപോലെയല്ലാതെ നിന്നെ വഹിച്ചു കൊണ്ടുപോകുവാൻ സഹായിക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.